ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇതാ കാപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസമൊന്നും കാപ്പി കുടിക്കാറില്ല, എന്നും കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. പക്ഷേ ചിലപ്പോഴൊക്കെ കുടിക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വെക്കണമെന്ന് തോന്നി, അങ്ങനെ വെച്ചതാണ്. പിന്നെ രാവിലെ കറി വെക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. വെണ്ടയ്ക്ക ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചോറൊക്കെ തിളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇതാ റൗണ്ടിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് ഉണ്ടാക്കണം. കടലക്കറിക്ക് കടല ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് രാവിലത്തെ എൻ്റെ ഒരു പണികൾ. പിന്നെ ഒരു 8:30 ആകുമ്പോൾ മീൻ വരും. അപ്പോൾ ഇന്നിത്തിരി മീൻ വാങ്ങിയിട്ട് കറിയും കൂടി വെക്കണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ വെണ്ടയ്ക്ക ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതൊന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും വെണ്ടയ്ക്കയും കൂടി നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളമില്ലാണ്ട് സ്ലിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി കൂടുതൽ നേരം കുറച്ച് എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ. കുറച്ച് നേരം അങ്ങനെ കിടന്ന് നല്ല ഒന്ന് റോസ്റ്റ് പോലെ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, ശരീരത്തിന് നല്ലതാണ് കേട്ടോ വെണ്ടയ്ക്ക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞ് സ്പൂണാട്ടോ. നിങ്ങൾ വിചാരിക്കും ഒരുപാട് ഉപ്പ് ചേർക്കുകയാണ്, പക്ഷേ ചെറിയ സ്പൂണാണ്, അധികമൊന്നും ആവില്ല, കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴത്തേനും നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ അത് വെന്ത് കിട്ടും. ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. കുട്ടികൾ പോകാനാകുമ്പോഴത്തേനും ചോറൊക്കെ വെന്ത് കിട്ടും, അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മീനൊക്കെ വന്നു, ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതുകൂടി റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫിലോപ്പി മീനാണ് വന്നത്. അത് 1/2 കിലോ വാങ്ങി, അതും കൂടി കറി വെച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതാ ഈ ഹാളിൽ വന്നിട്ട് അവിടേക്ക് ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് അടിച്ച് വാരണം. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഇത്രയേ ഉള്ളൂ. രാവിലത്തെ ഒരു തിരക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നല്ല പണി ഉണ്ടാവും. ഇന്നിത്തിരി പണി കുറവാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിത്തിരി പണിയൊക്കെ കുറവാണ്. അപ്പോൾ ഇന്നലെ തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തുടയ്ക്കുന്നൊന്നുമില്ല, അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മണീനെ കുളിപ്പിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മളങ്ങനെ പുറത്ത് വിടാറില്ല, കെട്ടി വെച്ചിരിക്കുകയാണ്. അകത്ത് തന്നെയാണ് ഇവനെ ഇടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്.